بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين بإذن الله. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി വിവാഹം ചെയ്തവരാണ് മൈമൂന ബീവി റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ 6-ാം വർഷം ഹുദൈബിയയിൽ വെച്ചുണ്ടായ ഉപരോധത്തിനു ശേഷം പിറ്റേ വർഷം റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ വന്ന് ഉംറത്തുൽ ഖളാ നിർവഹിക്കുകയാണ്. ഹിജ്റയുടെ 7-ാം വർഷം. ആ ഉംറത്തുൽ ഖളാഇൻ്റെ സമയത്താണ് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായതിനു ശേഷം മഹദിയായ മൈമൂന ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത്. മക്കയിൽ വെച്ച് നല്ലൊരു വിവാഹ സദ്യ നടത്തണമെന്നായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹം. അങ്ങനെ മക്കക്കാർക്ക് നബിയോടുള്ള വെറുപ്പും വിദ്വേഷവും ഇല്ലാതെയാക്കാനും ഒരു നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുവാനും റസൂലുള്ളാഹി തങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ ഖുറൈശികളുടെ, മക്കക്കാരുടെ വൈരാഗ്യവും വിരോധവും അപ്പോഴും അവസാനിച്ചിരുന്നില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിന് അനുവദിച്ചില്ല. മക്കയിൽ നിന്ന് അവരെ പുറത്താക്കി. 4 ദിവസം റസൂലുള്ളാഹി തങ്ങൾ വിവാഹത്തിന് ശേഷം മക്കയിൽ നിന്നുവെങ്കിലും ഹുവൈത്ത് ബിൻ അബ്ദുൽ ഉസ്സ എന്ന ആളെ പറഞ്ഞയച്ചിട്ട് അവർ പറഞ്ഞത്, ഇന്നഹു ഖദിൻ ഖളാ അജലുക ഫഖ്റുജ് അന്ന, താങ്കൾക്ക് മക്കയിൽ അനുവദിച്ച സമയം കഴിഞ്ഞു, ഇനി താങ്കൾ മക്കയിൽ നിന്ന് പുറത്തു പോകണം എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. മക്കയുടെയും മദീനയുടെയും ഇടയിൽ തൻഈമിൻ്റെ ഏകദേശം അടുത്ത് സറഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹ സദ്യ ഒരുക്കി. 1-ലധികം ആടുകളെ അറുത്ത് ആണ് റസൂലുള്ളാഹി തങ്ങൾ വിവാഹ സദ്യ ഒരുക്കിയത് എന്ന് ചരിത്രത്തിൽ കാണാം. അന്ന് മൈമൂന ബീവിക്ക് 26 വയസ്സും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 59 വയസ്സും ആണ്. 400-500 ദിർഹം മഹറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് കാണുന്നു. മൈമൂന ബീവിയുടെ ആദ്യത്തെ പേര് ബർറ എന്നാണ്. അത് മാറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇട്ട പേരാണ് മൈമൂന എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഒരുപാട് കഴിഞ്ഞതിനു ശേഷം ഒരു വർഷം മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നുണ്ട്. ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോഴേക്കും അവർ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്. ശാരീരികമായ ചില അവശതകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരുടെ കുടുംബങ്ങളാണെങ്കിൽ ആരും തന്നെ മക്കയിൽ ഇല്ലാത്ത സാഹചര്യവുമാണ്. ഈ സമയത്ത് ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നുണ്ട്, അഖ്രിജൂനി മിൻ മക്കത്ത ഫഇന്നി ലാ അമൂതു ബിഹാ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറനി അന്നി ലാ അമൂതു ബിമക്ക. എന്നെ അവർ കൂടെയുള്ളവരോട് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ മക്കയിൽ നിന്ന് പുറത്തെവിടെയെങ്കിലും എത്തിക്കൂ, ഞാൻ ഇവിടെ മരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, താങ്കൾ മക്കയിൽ വെച്ച് മരണപ്പെടുകയില്ല എന്ന്. അവരെല്ലാവരും കൂടി മഹദിയെ മക്കയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിവാഹം ചെയ്ത സറഫ് എന്ന സ്ഥലത്ത് എത്തിച്ചു. അതേ സ്ഥലത്ത് തൻഈമിൻ്റെയും മക്കയുടെയും ഇടയിലുള്ള സ്ഥലം ഏകദേശം മക്കയിൽ നിന്ന് 10 കിലോമീറ്റർ എന്ന് കാണാം. അവിടെ എത്തി ഹിജ്റ 51-ാമത്തെ വർഷം ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ച് മരണപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ബഹുമാനപ്പെട്ടവർക്ക് മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചത്. അന്ന് മഹദിക്ക് 80 വയസ്സ് പ്രായമായിരുന്നു എന്ന് കാണുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.